സർക്കാർ വക ആഗോള അയ്യപ്പ സംഗമം ധൂർത്താണെന്നും അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ നിലത്ത് വെള്ളമൊഴിച്ചവരാണ് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നതെന്നും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. തന്നിഷ്ടം കാണിച്ചാൽ കേരളത്തിലെ വിശ്വാസി സമൂഹം പ്രതികരിക്കുമെന്നും വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. എനിക്ക് ഓർമ്മയുണ്ട് 2019-18 അയ്യപ്പന്മാർ വിരിവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിലത്ത് വെള്ളമൊഴിച്ച പാർട്ടികൾ, ആ ആളുകളാണിപ്പോൾ ലോകമെമ്പാടു നിന്നും ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് 2 കോടി രൂപ ചെലവഴിച്ചിട്ട് ശീതീകരിച്ച പന്തൽ, ഒരു എക്സ്ട്രാ ടോയ്ലറ്റ് പോലും കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ പണിയാത്ത ആളുകൾ ശീതീകരിച്ച പന്തലിൽ രാജ്യം മുഴുവനുള്ള ലോകം മുഴുവനായിട്ട് 3000 ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് എന്ത് വികസനം ചർച്ച ചെയ്യാനാണ് പോകുന്നത്? ഇത് ധൂർത്തല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരൻ്റെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് CPM-ൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവിന് വേണ്ടിയിട്ട് പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് വ്യവസായികളെ വിളിച്ചുകൂട്ടി പമ്പയിൽ സ്നാനം നടത്താനുള്ള സൗകര്യമൊരുക്കുന്ന ധൂർത്ത്. ദേവസ്വം ബോർഡിൻ്റെ കാണിക്കയിടുന്നത്, വഞ്ചിയിൽ കാണിക്കയിടുന്നത്, ഭക്തന്മാർ കാണിക്കയിടുന്നത്, അത് ഉപയോഗിക്കേണ്ടത് സാധാരണ ഭക്തന്മാർക്ക് സൗകര്യം ഉണ്ടാക്കാനാണ്, അതല്ലാതെ 2 കോടി ചെലവഴിച്ച് പന്തലുണ്ടാക്കാനല്ല.